ചിത്ര വ്ലോഗിലേക്ക് സ്വാഗതം. എല്ലാവരും ഉറക്കത്തിലാണ് കേട്ടോ, തണുപ്പായതുകൊണ്ട് ഉറക്കമാണ്. ഇപ്പം മോളിൽ കൊണ്ടുപോയി മോളിൽ പോകാനൊക്കെയാണ്. മോളിൽ പോയിട്ടൊക്കെ വന്നതാണ് കേട്ടോ. അപ്പോൾ 2 ദിവസമായിട്ട് ഇട്ടില്ല, ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. താഴത്തെ പണി ഞാൻ പറഞ്ഞില്ലേ, ലേബേഴ്സും കാര്യങ്ങളൊക്കെ അപ്പോൾ ഈ മാസം ലാസ്റ്റ് പണി കഴിയണം. അപ്പോൾ അതിന് വേണ്ടി ഭയങ്കര ഡെയിലി 6-7 പണിക്കാരുണ്ട്. ഉണ്ടായിട്ട് കാര്യമില്ല, അവരെല്ലാം ഒരു ഭയങ്കര തടി മേസ്ത്രിയുടെ ഭയങ്കര സ്ലോയാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്കൊന്നും എടുക്കാനോ വീഡിയോ എടുക്കാനോ ചെറിയ ഷോർട്ട് വീഡിയോ എടുക്കാനോ പറ്റുന്നില്ല കേട്ടോ. അപ്പോൾ ഇന്നൊരു ലോങ് വീഡിയോ ഒക്കെ എടുത്ത് വരാമെന്ന് വിചാരിച്ചു. ഒരു കുഞ്ഞു വീഡിയോ ലോങ് വീഡിയോ കാണാൻ ആഗ്രഹിക്കുന്ന കുറേ പേരില്ലേ, അവർക്ക് വേണ്ടി. അപ്പോൾ ഇന്ന് മെഡിസിൻ കൊടുക്കേണ്ട ടൈമായി. വർഷത്തിലേക്ക് ഒരു മെഡിസിൻ കൊടുക്കുവേ. അപ്പോൾ അത് മേടിക്കാൻ പോകണം പെറ്റുകടയിൽ. ബിസ്ക്കറ്റ് മേടിക്കണം കൊച്ചിന്. അപ്പോൾ അത് രാത്രി കൊടുത്തിട്ട് വേണം കിടത്താൻ. അത് ടിക്കിൻ്റെയാണ്. അപ്പോൾ അത് വർഷത്തിലൊരിക്കൽ കൊടുക്കുന്നതാണ്. അപ്പോൾ 5-5:30 മണിയാകുമ്പോഴേ അവിടെ കട തുറക്കുള്ളൂ. അപ്പോൾ എന്നിട്ട് പോയിട്ട് മെഡിസിൻ മേടിക്കണം. ഞാൻ കാണിച്ചു തരാം. മെഡിസിൻ ഞാൻ ഇന്നാൾ കാണിച്ചു തന്നതാണ് കേട്ടോ. ഒന്നും കൂടെ മേടിച്ച് കൊടുക്കേണ്ട സമയമായി. അവന് ബിസ്ക്കറ്റ് മേടിക്കണം കൊച്ചിന്. എല്ലാവരും ഒന്ന് ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ഇടുക. ചെറിയ ഒരു കണ്ടൻ്റായിട്ടൊക്കെ വന്നതാണ്. എല്ലാവരും ഒന്ന് ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്യുക കേട്ടോ. നമിത ഇന്ന് താമസിച്ചല്ലോ. നമിത ദീദി ഇന്ന് താമസിച്ചല്ലോ. നമിത വന്നില്ല. നമിത പാത്രം കഴിയാൻ വന്നില്ല. ആളോട് ഞാനിന്ന് പറഞ്ഞ മേസ്ത്രി ഇല്ലല്ലോ, അപ്പോൾ ഇന്ന് സൺഡേ അവധിയാണ്. അപ്പോൾ കുറച്ചൊന്ന് റെസ്റ്റ് എടുക്കണം. മറ്റേ 3-3:30 നമുക്ക് പണിയും കഴിഞ്ഞ് ഒന്ന് ഇരിക്കുമ്പോഴായിരിക്കും അവർക്ക് ചായ ഇടേണ്ട സമയം. അപ്പോൾ ഇന്ന് ഇത്തിരി കിടക്കട്ടെ എന്ന് പറഞ്ഞു. എൻ്റെ ഇടയ്ക്ക് ഒന്നൊരു വീഴ്ചയും വീണു കേട്ടോ. ഒന്ന് സ്ലിപ്പ് ചെയ്തു, തറയിൽ തന്നെ വീണതാണ് കേട്ടോ. അതിൻ്റെ ഒരു നടുവേദനയൊക്കെ ഉണ്ടായിരുന്നു. ആകെ ഒരു തിരക്കായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇടാത്തത്. അതൊന്നും വിചാരിക്കല്ലേ. ഈ തിരക്കൊക്കെ കഴിഞ്ഞാൽ ഞാൻ ഡെയിലി വീഡിയോ ഇടും കേട്ടോ. ഒന്നുമില്ലെങ്കിൽ കുക്കിംഗ് വീഡിയോ എങ്കിലും ഇടും. ഞാൻ വീടിൻ്റെ തിരക്കൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഡെയിലി കുക്കിംഗ് വീഡിയോ എങ്കിലും ഇടും. എല്ലാവർക്കും സുഖമാണോ ഫ്രണ്ട്സ്? ഷോർട്ട് വീഡിയോ ഇടുമ്പോൾ നമുക്കത് ചോദിക്കാൻ പറ്റുന്നില്ലല്ലോ. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. അപ്പം മോനെ ഒരു ഹായ് ചിത്ര വ്ലോഗിലേക്ക് സ്വാഗതമൊക്കെ കൊടുക്കും. പിന്നെ ഹായ് ചിത്ര വ്ലോഗിലേക്ക് സ്വാഗതം. ടാറ്റ കൊടുത്തേ. കുറേ ആൻറ്റിമാർ ടാറ്റ കാണാൻ നിൽപ്പുണ്ട്. ടാറ്റ കണ്ടല്ലോ കൊച്ചിൻ്റെ ടാറ്റ കൊടുത്തേ. ടാറ്റ കൊടുത്തേ. ടാറ്റ കണ്ടല്ലോ ടാറ്റ കൊടുക്കുന്നത്. ഒരു കുഞ്ഞു വീഡിയോ ആണേ. ഇച്ചിരി വൈകുന്നേരമൊക്കെ കാണുന്ന ഈ കണ്ടൻറ്റൊക്കെ എടുത്താണ് ഞാനിപ്പോൾ ഒരു വീഡിയോ അങ്ങനെ കൂട്ടുന്നത് കേട്ടോ. നമുക്കതിന് വേണ്ടി നിൽക്കാൻ ഇന്ന് സമയവും കിട്ടിയില്ല. ഇന്ന് ഞായറാഴ്ച. സത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഞായറാഴ്ചയാണ് ഇവർ പണിക്കാരില്ലാത്തതുകൊണ്ട് സെപ്പറേറ്റ് പണിയൊക്കെ കേട്ടോ. ഒരു പൂച്ച പോകുന്ന അതാണ്. ഇനിയിപ്പോൾ അവൻ ഒച്ച വെക്കേ. പൂച്ച പോകുന്നതാണ്. അവിടെ ഇരിപ്പുണ്ടേ. ഉണ്ടോ മ്യാവ് അടി പിന്നെ മ്യാവിടെ പിന്നെ എന്താണ് ബോള് വായിൽ വെച്ചിട്ട് കാണിക്കുന്നേ? ചു വൈകുന്നേരം വന്നതാ. അയച്ചോ കളിക്കട്ടെ. അവിടെ ഇങ്ങനെ തട്ട് വായിൽ വെക്കല്ലേടാ. എന്നിട്ട് തട്ടി പൊന്നോ, അത് റബ്ബർ പോലത്തെ ബോളാണ്. അത് കണ്ടോ കാണിക്കുന്നത് വായിന്ന് തരാത്ത പൊന്നെ. കണ്ടോ വില്ലനാണ് കേട്ടോ, വില്ലൻ. കുറേയൊക്കെ വേണ്ട. കണ്ടോ താത്ത നമുക്കതാ പോലത്തെ ബോള്. അത് അവന് കടിക്കാൻ പറ്റൂല. ഇത് റബ്ബറാണ്. ഇത് കണ്ടോ, ഇത് റബ്ബറായിട്ട് അവന് അത് തന്നെ വേണം കടിച്ചു തിന്നാൻ. തരത്തില്ല. കടിച്ച് തിന്നും ചേട്ടാ. അതിനാണ് അത് കൊണ്ടുവന്ന് പൊന്നെ. ഇത് റബ്ബർ പോലത്തെ ബോളാണ്. ഇത് വേണ്ട. ഇത് മോൻ കടിച്ച് തിന്നതേ. ഇത് മോൻ കടിച്ച് തിന്ന് വയറ് ചീത്തയാവും.
കടിച്ചു തിന്നാനാണ്. ഇതിൻ്റെ മോൻ്റെ ബോളുണ്ട് ഇതുപോലത്തെ തരാം കേട്ടാ. മോൻ്റെ ബോൾ നീലയുണ്ട് അതുപോലത്തെ തരാം. ഇത് കണ്ടല്ലോ ഫ്രണ്ട്സ്, ഇതേ റബ്ബർ പോലത്തെ ബോളാണ്. ഇവർ ഇത് തന്നെ വേണം, അതിനാണ് ഈ ബോളി പിടിക്കരുത്. കഴിക്കണ്ട. ഈ ബോൾ നല്ലതാണ്. ഈ ബോൾ കടിച്ചാലും റബ്ബറല്ല. ഇതിട്ട് കളിച്ചുകൊണ്ടിരുന്നോ. എല്ലാവരും ഉറക്കത്തിലാണ്. ചേട്ടനും ചെറിയൊക്കെ ഉറക്കത്തിലായിരുന്നു. ഇവനെ മുകളിലേക്കൊന്ന് 5 മണിക്ക് കൊണ്ടുപോയതാണ് ബിസ്ക്കറ്റൊക്കെ കഴിച്ചിട്ട്. ഒരു കുഞ്ഞു വീഡിയോ ആയിട്ട്, അപ്പോൾ ഒരു 4-5 ദിവസമായി കേട്ടോ വീഡിയോ ഇട്ടിട്ട്. ഒരു കുഞ്ഞു വീഡിയോ ആയിട്ടൊക്കെ വന്നതാണ്. എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക കേട്ടോ. കുഞ്ഞു വീഡിയോ. എല്ലാവർക്കും ചിത്ര വ്ളോഗിലേക്ക് സ്വാഗതം കൊടുത്തപ്പോൾ ചിത്ര വ്ളോഗിലേക്ക് സ്വാഗതം. ചിത്ര വ്ളോഗിലേക്ക് സ്വാഗതം. ഇപ്പുറത്ത് വന്നേ. ആ കൈ ഇങ്ങനെ കിടക്കുന്നുള്ളതുകൊണ്ട് പറ്റുന്നില്ല അവന്. പിടിച്ചു കളിച്ചോട്ടൊക്കെ ഇരുന്നോളെ. തണുപ്പ് തുടങ്ങി, മഞ്ഞ് തുടങ്ങി. 4 മണിയായതേ ഉള്ളൂ. ഇത് മുകളിലേക്ക് ഇട പൊന്ന്. ചോ മ്യാവും അതിന്ന് വെള്ളം കുടിക്കണം. ചോറ് തിന്നണം, വെള്ളം കുടിക്കണം. വെള്ളം അവിടെ ഇരുന്നോട്ടാ വരുന്നേ. അവിടെ ഇരുന്ന് മ്യാവിനെ കണ്ടോ മോൻ. മിച്ചിരി പണിയുണ്ട്, കഴിഞ്ഞിട്ട് വരാം കേട്ടോ. അവിടെ ഇരുന്ന് മ്യാവിനെയൊക്കെ കണ്ടോ. നമിതയോ ആ കൊച്ചും വന്നിരുന്ന്. കൊച്ചിനെ നീ കണ്ടില്ല? നിൻ്റെ അടുത്ത് കൊണ്ടുവരാൻ പറ്റൂല കൊച്ചിനെ, കുഞ്ഞു കൊച്ചാണ്. ഓ എൻ്റെ പൊന്നേ, ഇതെന്താണ് ഇത് ചെയ്യുന്നത്? ചേച്ചിയെ വിളിച്ചോ ചായ കുടിക്കാൻ? അവിടെ അച്ചിച്ചേട്ടൻ നിപ്പുണ്ട്. ദേ അച്ചിച്ചേട്ടൻ കോഷിക്തായിട്ട് നിപ്പുണ്ട് കേട്ടോ. അതാണ് ഈ വിളിക്കുന്നത്. അവിടെ ഒരു കുഞ്ഞു കൊച്ച്, അപ്പുറത്തെ കൊച്ച് വിളിക്കുന്നത്. ദേ കണ്ടോ കുഞ്ഞു കൊച്ച് കണ്ടോ? അമ്മ സൂം ചെയ്ത് കാണിച്ചത് കണ്ടോ? കുഞ്ഞു കൊച്ച് ആയി എന്ന് പറഞ്ഞ് വിളിക്കുന്ന പൊന്നു മോനെ. വാവ കുഞ്ഞു വാവ അതേ കണ്ടോ? കുഞ്ഞു വാവ കണ്ട കുഞ്ഞു വാവ. കോഷിക്തായി വിളിച്ചു. കോഷിക്താ ദാദാ ഡാക്കു. അത് മോനെ കൂട്ടുകാരനും മോനും കൂടെ നിൽക്കുന്നുണ്ട് കേട്ടോ. അതാണ് ഈ ഒച്ച എടുക്കുന്ന കുഞ്ഞു. ദേ കോഷിക്താ ആശോ कोशिकदा है कोशिकदा हाँ तुम्हें देखे नहीं, कल आशी तो वो कल आया था, वो बैठा था, तुम देखा नहीं, तुम तो रूम का अंदर है ना, वो रूम का अंदर चिलो घुमाई से हाँ ना वो शारून का रूम में नहीं चिलो ना, वो काटा थोड़ा एक तो गैप पची वो गैप है भीतर കോഷിക്ദ അതിൻ്റെ സന്തോഷാണോ? ഓ ഓ കോഷിക്ദ വന്ന ഹാ നിന്നെ സ്നേഹിച്ച അതിൻ്റെ സന്തോഷാണോ? എടി 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 എരേ ബാബാ की रे एक्साइटमेंट देखो. മോൻ്റെ കൂട്ടുകാരനാണ് നമ്മുടെ ഇലാക്കയിൽ. ആയി 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 दादा आसो तो आई कौशिक आसो चायटा खाबे चाय खाबे ना आज मटन कषा ചേട്ടയുടെ കൂട്ടുകാരനെ ആজ একটু ফ্রি ছিল, কালকে থেকে আবার মেসরিল তো একটু ബൂഷിനേസ് ഹോബനാ അല്ല മോൻ്റെ കൂട്ടുകാരൻ വന്നപ്പോൾ ഈ കാട്ടായും കണ്ട ബോഷോ यार को देखे यार एक्साइटमेंट अच्छी तो दादा टाटा टाटा ओ तब मैसेज करने मेरा मेरा करती जो ना माथा मेरा 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 हाँ बस വിടൂല എത്രയാണ് അവരെ കൈയൊക്കെ വേദനിക്കും. ബാ മതി 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 പൊക്കോ, ഇനി റൂമിലേക്ക് പൊക്കോ, ചേച്ചിയുടെ റൂമിലേക്ക് പൊക്കോ മതി. ചേട്ടൻ്റെ വീട്
അവർക്ക് പണിയുണ്ട്. ഇന്ന് അച്ചിച്ചേട്ടൻ മട്ടനൊക്കെ ഉണ്ടാക്കും, ഇവർ കൂട്ടുകാർ കഴിക്കും. മട്ടൻ കൊശ. മതി മതി മോനെ, ഇനി പൊക്കോ, ചേച്ചിയുടെ റൂമിൽ പൊക്കോ. വാ, അമ്മയുടെ പൊന്നല്ലേ, ഗുഡ് ബോയ് ഗുഡ് ബോയ്. ആ അതേ കോഷിക്ദായും മോനും ഒരേ ഡ്രസ്സ്. വാ വാ വാ, കാണിക്കുന്ന ചെക്ക. ഓ ബസ് പപ്പി. ഓ എൻ്റെ പൊന്നേ, একটু না কাটিং করেছে, একটু না কাটিং করেছে, একটু কাটিং করতে পারে না, ও ডিপ করে ঘুমাবে তখন কাটিং করবে। আয় আয় দিদি ডাকছে তো, আয় আবার। അപ്പോൾ ഞങ്ങൾ ഷീറ്റൊക്കെ മാറ്റി വന്നതാട്ടോ. ഷീറ്റൊക്കെ മാറ്റി കൊച്ചിൻ്റെ തലയണി ഇവിടെ കിടന്നാ. കൊച്ചിന് ഫുഡൊക്കെ കൊടുത്തു, ഷീറ്റൊക്കെ മാറ്റി അവൻ്റെ കാലും കൈയൊക്കെ തുടച്ചു, ഇങ്ങോട്ട് കയറ്റി കേട്ടോ. അപ്പോൾ എന്താണെന്നറിയാമോ ഫ്രണ്ട്സ്, എൻ്റെ മോൻ അവിടെ ഫുഡ് വെക്കുന്നത് കാരണം അവൻ്റെ കൂട്ടുകാർക്ക് കഴിക്കാൻ വേണ്ടി മട്ടൻ കൊശ ഞാൻ നേരത്തെ പറഞ്ഞില്ല. അപ്പോൾ അവൻ്റെ കൂട്ടുകാരും വന്നിട്ടുണ്ടേ. അവൻ്റെ ഒരു കൂട്ടുകാരൻ വണ്ടി മേടിച്ചതിൻ്റെ ഫീസ്റ്റാണ് ഇന്ന് ഞായറാഴ്ചയായിട്ട്. വേറെ ഒന്നുമല്ല, മട്ടനും അവർ റൊട്ടി മേടിച്ച് കഴിക്കും. അപ്പോൾ ഞാനത് കാണിച്ചു തരാം കേട്ടോ, അവരുണ്ടാക്കുന്നത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഒരു കൂട്ടുകാരൻ വന്നിട്ട് പോയി. നമ്മുടെ ഇലാക്കയിൽ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള പയ്യന്മാരാണ് കേട്ടോ, വേറെ ഒന്നുമില്ല. നമ്മുടെ ക്ലബിലും എൻ്റെ വീടോട് ചേർന്നൊക്കെയുള്ള പയ്യന്മാരാണ്. ആ ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സൊക്കെയാണ് കേട്ടോ. ചെറുപ്പം മുതൽ നഴ്സറി തൊട്ടേ പഠിച്ച ഫ്രണ്ട്സുകളും ഒക്കെയാണ്. അപ്പോൾ അങ്ങനെ വന്ന് ചിലവർ ഇവൻ്റെ സീനിയറും ഉണ്ട് കേട്ടോ, സീനിയറും ഉണ്ട്. ആ സ്കൂളിൽ തന്നെ ഇപ്പോൾ ഇവൻ 1ാം ക്ലാസ്സിലാണെങ്കിൽ 3ാം ക്ലാസ്സിൽ പഠിച്ച കുട്ടികളും ഉണ്ട്, സീനിയറും ഉണ്ട്, 2ഉം 3ഉം സീനിയറായിട്ടുള്ള പിള്ളേരും ഉണ്ട് ഒക്കെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറയാൻ വന്നത്, ഇപ്പോൾ എനിക്ക് വ്യൂവേഴ്സ് ഒരുപാട് കുറവാണ് കേട്ടോ. ഷോർട്ട് വീഡിയോ ഇട്ടിട്ടും ഒക്കെ വ്യൂവേഴ്സ് കുറവാണ്, ലോങ് വീഡിയോ ഇടുമ്പോഴും വ്യൂവേഴ്സ് കുറവാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ വീട് പണിയുടെ തിരക്കിലൊക്കെയാണ്. പണിക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഒരു 100 വട്ടം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുളിക്കാൻ അങ്ങോട്ട് ചെന്ന് അവർ 8:30 മണിക്ക് വരും തടി മേസ്തിരിയൊക്കെ. അവർ തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ രാവിലെയുള്ള ആ കുളി എല്ലാവരും പോകുന്ന മുമ്പ് കുളിച്ചാൽ കുളിച്ച് അത് കഴിഞ്ഞ് 9 മണി 9:30 കുളിക്കാൻ അങ്ങോട്ട് കയറി കഴിയുമ്പോഴായിരിക്കും അവർ എന്തിനെങ്കിലും വിളിക്കുന്നത്. അപ്പോൾ അവിടെ എന്ന് പറഞ്ഞാൽ ഭയങ്കര പാടാണ്, കുളിക്കുന്നത് പോലും ഭയങ്കര പെട്ടെന്ന് പെട്ടെന്ന് കുളിച്ച് വരിക കേട്ടോ. അത് അങ്ങനത്തെ ഉള്ളൊരു സിറ്റുവേഷനായിപ്പോയി, ആരുമില്ല. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ലേബേഴ്സൊക്കെ നമ്മുടെ മുകളിലത്തെ ബാത്റൂമിലാണ് പോകുന്നത്. കാരണം നമ്മുടെ പഴയ കണക്ഷനൊക്കെ വിട്ട് കളഞ്ഞിട്ട് പുതിയ കണക്ഷനാണ് ലൈൻ കൊടുത്തിരിക്കുന്നത് ക്ലോസറ്റിൻ്റെയൊക്കെ. അപ്പോൾ ലൈൻ കൊടുത്തിട്ടില്ല. അപ്പോൾ നമ്മളിപ്പോൾ അതൊക്കെ വച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഇനി അതിൻ്റെ ലൈൻ കൊടുത്തു കഴിഞ്ഞാൽ അവർ താഴെ തന്നെ പൊക്കോളും. അതുകൊണ്ട് അവർ എമർജൻസിക്കൊക്കെ ഇപ്പോൾ എല്ലാ മേസ്ത്രിമാരും ഇവിടെയാണ് വരുന്നത്. എനിക്ക് അപ്പോൾ ബാത്റൂം കഴുകണം, അതൊരു ഒത്തിരി കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള ഇത് കൊണ്ടിട്ടാണ് എനിക്ക് ലോങ് വീഡിയോ എടുക്കണ്ടേ, നമ്മൾ വന്ന് എടുക്കണ്ടേ. എന്നാലും കണ്ടൻറ് ഉണ്ടോ നോക്കാൻ 100 വട്ടം അവർക്ക് ചായ, അവരുടെ വെള്ളം, അത് ഇത് ഓരോരോ കാര്യങ്ങൾക്ക് വേണ്ടി പോവും. അപ്പോൾ എന്തെങ്കിലും ലോഡ് ഇറങ്ങും, അപ്പോൾ അതിൻ്റെ കാശും കാര്യങ്ങൾക്ക് വേണ്ടി പോവും, അങ്ങനെയൊക്കെ. അപ്പോൾ എൻ്റെ മോനെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ, അതായത് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ഒരു ലൈക്കല്ലേ ചോദിക്കുന്നുള്ളൂ, ലൈക്കും കമൻറ്റൊക്കെ ചെയ്യണം കേട്ടോ, എന്നാലേ എനിക്കറിയാൻ പറ്റുള്ളൂ. പിന്നെ നമ്മുടെ ഡെയിലി നമ്മുടെ ചങ്ക് ഫ്രണ്ട്സൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ പുതിയതായിട്ട് കാണുന്നുള്ളവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സ്കിപ്പ് ചെയ്യാതൊക്കെ ഒന്ന് കാണണേ. അപ്പം മോൻ്റെ കൂട്ടുകാരനായിട്ടുള്ള ചേട്ടന്മാരായിട്ടുള്ള കളിയും എല്ലാം നിങ്ങൾ ഒന്ന് കണ്ടല്ലോ ഈ വീഡിയോയിൽ. അപ്പോൾ നാളെ ഞാൻ ഇന്ന് എടുത്ത് വെച്ച് ഞായറാഴ്ച എടുത്ത് വെച്ചാൽ എനിക്ക് തിങ്കളാഴ്ച രാവിലെ അപ്ലോഡും അത് എഡിറ്റൊക്കെ ചെയ്ത് അപ്ലോഡ് ചെയ്താൽ എനിക്ക് പിന്നെ അത് അപ്ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് അതിൻ്റെ പ്രോസസ്സിങ്ങും കാര്യങ്ങളൊക്കെ നടന്നു വരുമ്പോൾ തന്നെ 1-2 മണിക്കൂർ പിടിക്കുക. ചിലപ്പോൾ വൈഫൈ സ്ലോ ആണെങ്കിൽ നോക്കണ്ട, 1.5 മണിക്കൂർ എങ്ങനെയും പിടിക്കും. അല്ല വൈഫൈ പെട്ടെന്നൊക്കെയാണ് നമുക്ക് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ നമുക്കൊരു 3/4 മണിക്കൂർ കൊണ്ടൊക്കെ ഇതൊക്കെ അപ്ലോഡായി കിട്ടിക്കോളും കേട്ടോ. പിന്നെ ഞാനിത് ചെക്ക് ചെയ്ത് കാര്യങ്ങളൊക്കെ ഇത് വരുമ്പം തന്നെ ഒത്തിരി നേരം പിടിക്കും. അപ്പോഴത്തേക്കും പണിക്കാരും കാര്യങ്ങളും വരും. അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. വേറെ ഒന്നും ഞാൻ ചോദിക്കുന്നില്ലല്ലോ, ഒരു ലൈക്കും വീഡിയോ സപ്പോർട്ട് ചെയ്യാനല്ലേ പറയുന്നത്. ഒന്ന് വ്യൂവേഴ്സ് എനിക്ക് എല്ലാവരും ഒന്ന് ഷെയർ ചെയ്താൽ വ്യൂവേഴ്സ് ഒരുപാട് കിട്ടും. എല്ലാവരും കൂടെ ഭക്ഷണം പാചകം ചെയ്യലാണ് കേട്ടോ, കണ്ടില്ലേ, അതൊക്കെയാണ് ഓരോ കൂട്ടുകാരുടെ ഫീസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ കൂട്ടുകാരും എല്ലാവരും കൂടെയൊക്കെ കറിയും ഒക്കെ ചെയ്യുന്ന കേട്ടോ. അപ്പോൾ കുറച്ചൊക്കെ ഞാൻ ഹെൽപ്പ് ചെയ്ത് ഇട്ട് വന്ന കേട്ടോ.
മസാല പൊടിക്കലും വെളുത്തുള്ളി അരിഞ്ഞ് അരച്ച് കൊടുക്കലും മിക്സിയിലിട്ടെല്ലാം ഒന്ന് എഴുതല്ലേ. പിന്നെ താമസിച്ചു പോകും അവരുടെ ഭക്ഷണം, ഭയങ്കര ലേറ്റാണ് അവൻ. നല്ല ടേസ്റ്റായിട്ട് ഉണ്ടാക്കും കേട്ടോ എൻ്റെ മോൻ. എല്ലാ കാര്യങ്ങളും ബർഗറാവട്ടെ, സാൻഡ്വിച്ച് ആവട്ടെ, മട്ടനാവട്ടെ, ചിക്കനാവട്ടെ, ബിരിയാണി ആവട്ടെ എല്ലാം. പക്ഷെ കുറേ ടൈം എടുക്കും. നമ്മൾ കുറച്ച് നേരം നിൽക്കണം, നിന്നിട്ട് വേണം എല്ലാം ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവൻ പെട്ടെന്ന് വെച്ചോളും. എല്ലാം ഞാൻ വലിയ ചീനച്ചട്ടിയൊക്കെ എടുത്ത് കൊടുത്ത് എല്ലാം കഴിഞ്ഞ് ഞാനൊന്ന് തൂത്ത് തുടച്ചൊക്കെ വരും അടുക്കള. ഇതൊക്കെയാണ് അതേ മോൻ്റെ ഫുഡുകളും കാര്യങ്ങളും. അവർ ഫ്രണ്ട്സ് ഒരു 7-8 പേര് കഴിക്കും കേട്ടോ. അച്ഛൻ ഇവിടെ ഇരുന്ന് TV കാണുന്നു. മോള് ആ ഇതിലാണ്. അപ്പോൾ നമ്മുടെ അലമാരിയൊക്കെ കൊണ്ടുപോയി കേട്ടോ, കാലിയാണേ. വലിയ അലമാരി തടിമേസ്തിരിയൊക്കെ കൊണ്ടുവരാമെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ തൂക്കിയിട്ടിക്കണം. ഇനി ചെറിയ അലമാരി കൊണ്ടുവന്നാൽ കൂൾ ഐറ്റംസൊക്കെ എടുത്ത് വെക്കാൻ പറ്റുള്ളൂ. നമ്മുടെ വലിയ അലമാരി ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചു തന്നില്ലേ, എൻ്റെ അലമാരി കാണിച്ചു തന്നെ. അപ്പോൾ കുറേയേറെ ഇനി എൻ്റെ കാർട്ടൺസിൽ തുണികൾ ഇരിപ്പുണ്ട്. ഇനി ഒരു തടി അലമാരി താഴേന്ന് കൊണ്ടുവരണം, അപ്പോഴത്തേക്ക് അതെല്ലാം ആവും. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ തൂക്കിപ്പടച്ചൊക്കെ ദേ ഇവിടെയൊക്കെ ഇട്ടക്കണം. ഇതൊക്കെ ഇനി ചെറിയ അലമാരി കൊണ്ടുവരുമ്പോൾ ഈ കൂൾ ഐറ്റം ഒക്കെ അതിൻ്റെ അകത്തേക്ക് ആയിക്കോളും കേട്ടോ. അപ്പോൾ ബാഗിലും കാർട്ടൺസിലൊക്കെ ആയിട്ട് തുണികൾ ഇങ്ങനെ വച്ചിട്ടുണ്ട്. പിന്നെ ഈ പണിയെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഒരാളെ വിളിച്ച് വീട് ഒക്കെ ഒന്ന് തുടച്ച്, ഇപ്പോൾ ഈ വർഷം പെയിൻ്റ് അടിക്കാമെന്ന് വിചാരിച്ചപ്പോൾ ഞാൻ മന ചെയ്തു കേട്ടോ. ഈ പണിക്കാർ ജാനുവരി ഫെബ്രുവരി ആകുമ്പോൾ ഇവരുടെ പണി കഴിഞ്ഞാൽ നമുക്കൊരു ആരാം വേണ്ടി, ഒരു വിശ്രമം വേണ്ടി. ഇത്രയും നാൾ അവരുടെ പിറകെ ഞാൻ ഓടി കിടന്ന് കാലൊക്കെ കുഴയൊക്കെ വേദന എടുക്കുന്നത്, താഴെയും മോളും ആയിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു എന്താണെന്നറിയാമോ, ഈ വർഷം വേണ്ട, അടുത്ത വർഷം മതി, ഇപ്പോൾ മോള് ചീത്തയായിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പം കോൺട്രാക്ടറും പറഞ്ഞു അടുത്ത വർഷം ചെയ്യാം, ആൻറ്റിക്ക് ഇത്തിരി കുറച്ച് റെസ്റ്റ് ഇടാം. എൻ്റെ മോൻ്റെ പ്രായമാണ്, മോൻ്റെ കൂട്ടുകാരനാണ് കോൺട്രാക്ടർ. അപ്പോൾ റെസ്റ്റ് കിട്ടട്ടെ എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അത് കാരണം ഞങ്ങൾ അടുത്ത വർഷം പെയിൻറ്റ് ചെയ്യാമെന്ന് വെച്ചു. അപ്പോൾ അടുക്കളയൊക്കെ താഴത്തെ പൊടി കാരണം ഒരുപാട് ചീത്തയായി കേട്ടോ. അപ്പോൾ ചീത്തയായതുകൊണ്ട് അതൊക്കെ ഇനി ഒന്ന് തുടപ്പിക്കണം. അതിന് ലാസ്റ്റ് ഒരു മേസ്തിരി എല്ലാ പണിയും കഴിഞ്ഞിട്ട് നമുക്ക് ഈ അല്ലെങ്കിൽ ഈ എന്താ പറയുന്നത് സിമെൻറ്റിൻ്റെയും ഈ ടൈൽസ് പൊട്ടിക്കുന്നതിൻ്റെയും എല്ലാം കൂടെ അകത്ത് കയറിയിരിക്കണം, ഭയങ്കര നുങ്ങടാണ്. എന്നിട്ട് ഇതൊക്കെ ഒന്ന് വൃത്തിയാട് അലമാരയൊക്കെ വരുമ്പോൾ ഒന്ന് വൃത്തിയായി എല്ലാം നമ്മുടെ വീടൊക്കെ കാണിച്ചു തരാം കേട്ടോ. താഴത്തെ വീട് ഞാൻ ഓരോ പണികൾ നിങ്ങളെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നാളെ ഒരു നല്ല വീഡിയോ ആയിട്ടൊക്കെ വരാം. മോനിങ്ങനെ കിടന്ന് ഉറങ്ങുന്നു, തലകണിയിൽ വെച്ച് കൊടുക്കട്ടെ പാവം. അപ്പോൾ അവൻ്റെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ അവൻ കിടന്ന് ഉറങ്ങാൻ നിന്നു. അപ്പോൾ മോൻ്റെ ഫുഡ് ഇപ്പോൾ കാര്യങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനൊന്ന് അടുക്കള തുടക്കണം. ഒരു മട്ടൻ കോശ ബംഗാളികൾ സ്റ്റൈലിൽ ഉണ്ടാക്കുന്ന കേട്ടോ അവൻ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ സവാള അരിഞ്ഞു കൊടുത്തു, അരച്ചു കൊടുത്തു, എല്ലാം മിക്സിയിലിട്ടൊക്കെ. അല്ലെങ്കിൽ ഇവർ ആണുങ്ങളങ്ങോട്ട് കയറി കഴിഞ്ഞാൽ അവിടെ മൊത്തം തെറിച്ച് എനിക്ക് പണി ഡബിൾ വരും. അതുകൊണ്ട് എല്ലാം ചെയ്ത് കൊടുത്തിട്ടാണ് വന്നേ. അത് കഴിഞ്ഞ് പിന്നെ ഫുഡ് കൊടുത്തു, ഇവനെ തുടച്ചൊക്കെ എടുത്തു, ഇവൻ്റെ വായൊക്കെ കഴുകി ഇവനെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് കിടത്തി. അപ്പോൾ എല്ലാവരും സുഖമാണോ ഫ്രണ്ട്സ്? നാളെ ഒരു നല്ല വീഡിയോ ആയിട്ടൊക്കെ വരാം. അതുവരേക്ക് ബൈ ആട്ടോ.